ഫോർട്ട് കൊച്ചിയിലെ ഏറ്റവും വലിയ ആഘോഷങ്ങളിലൊന്നാണ് കൊച്ചിൻ കാർണിവൽ. അന്നേ ദിവസം കേരളത്തിൽ നിന്ന് മാത്രമല്ല ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ന്യൂ ഇയർ ആഘോഷിക്കുന്നതിന് വേണ്ടി ഒരുപാട് പേര് ഇവിടേക്ക് എത്താറുണ്ട്. രാത്രി 12 മണിക്ക് പപ്പാഞ്ഞിനെ കത്തിച്ചുകൊണ്ടാണ് ഇവിടെ പുതുവർഷം ആഘോഷിക്കുന്നത്. ഈ വ്ളോഗിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ പോകുന്നത് കൊച്ചിൻ കാർണിവലിലെ മുഴുവൻ കാഴ്ചകളുമാണ്. ഹായ് ഫ്രണ്ട്സ്, ഹാപ്പി വേൾഡ് വ്ളോഗ്സിൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസംബർ 31 തീയതി നമ്മൾ കൊച്ചിൻ കാർണിവൽ കാണാൻ വേണ്ടി ഫോർട്ട് കൊച്ചിയിലേക്കാണ് പോകുന്നത്. ഇത് തോപ്പുംപടി പാലമാണ് നമ്മളിപ്പോൾ കാണുന്നത്. അപ്പോൾ ന്യൂസൊക്കെ ഉണ്ടായിരുന്നു, പോലീസിൻ്റെ നിബന്ധനകൾ പ്രകാരം 4 മണിക്ക് തോപ്പുംപടി പാലം കടക്കാൻ പറ്റുന്നവർക്ക് കാർണിവലിന് പോകാൻ പറ്റുള്ളൂ എന്നൊരു ന്യൂസ് കണ്ടതുകൊണ്ട് നമ്മൾ 4 മണിക്ക് മുന്നേ തോപ്പുംപടി പാലം കടന്നു. ഇപ്പം നമ്മൾ കാണുന്നത് വെളിയിലെ ഗ്രൗണ്ടിലേക്ക് പോകുന്ന വഴിയിലുള്ള കാഴ്ചകളാണ്. പകലത്തെയും രാത്രിത്തെയും കാഴ്ചകൾ എഡിറ്റ് ചെയ്താണ് കാണിക്കുന്നത്. നമ്മൾ പകല് കാണുന്ന പല കാഴ്ചകളും രാത്രിയാകുമ്പോഴേക്കും ഇത് പകൽ കണ്ട കാഴ്ച തന്നെയാണോ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ അത്രയും വലിയ മാറ്റമാണ് ഈ കാഴ്ചകളുള്ളത്. രാവിലെ ഈ ചിത്രശലഭത്തെ പകൽ വെളിച്ചത്തിൽ കണ്ടപ്പോൾ പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല, പക്ഷെ രാത്രിയായപ്പോൾ നിങ്ങൾക്ക് തന്നെ ഇതിൽ കാണാൻ പറ്റും. നമ്മൾ ഈ കണ്ട സ്ഥലം തന്നെയാണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള മാറ്റമാണ് അവിടെ രാത്രി ഈ വിഷ്വൽസ് നമുക്ക് തന്നത്. അങ്ങനെ നമ്മൾ നടന്ന് വെളിയിലെ ഗ്രൗണ്ടിൻ്റെ അടുത്തേക്ക് എത്തി. ഒരുപാട് ആളുകൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പോലീസ് കുറച്ച് നിബന്ധനകൾ വെച്ചിട്ടുള്ളതിൻ്റെ പേരിൽ നേരത്തെ ഇവിടെ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ നേരത്തെ തന്നെ നല്ല തിരക്കായി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ വെളിയിലെ ഗ്രൗണ്ടിൻ്റെ എൻട്രൻസിൻ്റെ അവിടെയായിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. ആ എൻട്രൻസിലൂടെ നമ്മൾ അകത്ത് കയറുമ്പോൾ ലൈറ്റും കൊണ്ടുണ്ടാക്കിയ ഒരു വളയങ്ങൾ കാണാം. ആ വളയം പകൽ കണ്ടപ്പോൾ പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല, പക്ഷെ രാത്രിയായപ്പോൾ അതിൻ്റെ മട്ടും രീതിയും മാറി. ശരിക്കും ഞെട്ടിക്കുന്ന രീതിയിലാണ് ആ ലൈറ്റ് ആ വളയത്തിൻ്റെ ഉള്ളിലൂടെ നമുക്ക് നടന്നു പോകുമ്പോൾ ഒരു ഫീൽ എന്ന് പറയുന്നത്. ഒരുപാട് ആളുകൾ അവിടെ നിന്ന് സെൽഫി എടുക്കുന്നുണ്ടായിരുന്നു, ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു അത് കാണാനായിട്ട്. അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു ലവ് ചിഹ്നം കൊണ്ടുണ്ടാക്കിയ ലൈറ്റ് ഉണ്ടായിരുന്നു. അതും രാത്രി തെളിഞ്ഞപ്പോൾ ഞെട്ടുന്ന രീതിയിലായിപ്പോയി. അതിൻ്റെ ഉള്ളിൽ കയറി നിന്ന് ഫോട്ടോ എടുക്കാൻ നമുക്ക് പറ്റുമായിരുന്നു, സെൽഫി ഒക്കെ നമുക്ക് എടുക്കാൻ പറ്റുമായിരുന്നു. ഒരുപാട് ആളുകൾ അങ്ങനെ ഫോട്ടോയും സെൽഫിയൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ഗ്രൗണ്ടിൻ്റെ സൈഡിലായിട്ട് 2 പപ്പാഞ്ഞികൾ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള ഫുഡുകൾ കൊടുക്കുന്ന സ്റ്റാളുകൾ ഇവിടെയുണ്ട്. നമുക്ക് ഇവിടെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിച്ച് എക്സ്പ്ലോർ ചെയ്യാൻ സാധിക്കും. നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയും സബ്സ്ക്രൈബ് ബട്ടണടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയും ചെയ്യുക. അങ്ങനെ നമ്മൾ നടന്ന് ഗ്രൗണ്ടിൻ്റെ അടുത്തൊരു സൈഡിലേക്ക് പോവാണ്. അവിടെയും പോകുന്ന വഴിയിൽ കുറേ ലൈറ്റുകൾ ഇങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലൂടെയാണ് നമ്മൾ പോകുന്നത്. ഗ്രൗണ്ടിൻ്റെ മറ്റൊരു സൈഡിലായിട്ട് വേറൊരു പപ്പാഞ്ഞിനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമുക്കപ്പോൾ ആ പപ്പാഞ്ഞിയുടെ അടുത്തേക്ക് പോയിട്ട് ആ പപ്പാഞ്ഞിയുടെ കാഴ്ചകൾ കാണാം. വളരെ മനോഹരമായിട്ടുള്ള രീതിയിലാണ് ഈ പപ്പാഞ്ഞിനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. കണ്ണിൽ ഒരു ലൈറ്റ് മിന്നുന്നുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാൻ പറ്റുമായിരിക്കും. ഇനി ആ പപ്പാഞ്ഞിയുടെ അടുത്തുനിന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിച്ച ഇതാണ് ഫോർട്ട് കൊച്ചിയിലെ ഈ തവണത്തെ ഏറ്റവും വലിയ അട്രാക്ഷനായിട്ടുള്ള ക്രിസ്മസ് ട്രീ. വലിയൊരു മരമാണിത്. ഈ മരം മുഴുവനായിട്ട് ലൈറ്റിട്ട് അലങ്കരിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ മണികളും പപ്പാഞ്ഞികളും ബലൂണുകളും അങ്ങനെ ചെറിയ ബോൾസ്, സ്റ്റാർസ്, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഇട്ടിട്ടാണ് ഈ ട്രീ അലങ്കരിച്ചിരിക്കുന്നത്. ഇവിടെ വന്നിരിക്കുന്ന ഈ മുഴുവൻ ആളുകളും ഈ വലിയ ക്രിസ്മസ് ട്രീ ലൈറ്റ് തെളിഞ്ഞ് കാണാൻ വേണ്ടി നോക്കിയിരിക്കുന്നവരാണ്. അങ്ങനെ ആ ക്രിസ്മസ് ട്രീയുടെ ലൈറ്റ് തെളിഞ്ഞു. നമ്മൾ നേരത്തെ കണ്ട രീതിയിൽ നിന്ന് എന്ത് മാറ്റമാണെന്ന് നോക്കി. ശരിക്കും ഞെട്ടിക്കുന്ന രീതിയിലുള്ളൊരു മാറ്റമാണ് ആ മരത്തിലെ ലൈറ്റ് തെളിയുമ്പോൾ. അവിടെ വന്നിരിക്കുന്ന മുഴുവൻ ആൾക്കാരും ഈ ക്രിസ്മസ് ട്രീ കാണാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. അവിടെ എത്തിയ എല്ലാവരും കുറേ നേരം ഇങ്ങനെ നോക്കിയിരുന്നു. ഞാനും നോക്കിയിരുന്നു, കാരണം ഒട്ടും പ്രതീക്ഷയില്ല ഇത്രയും ഭംഗി ഉണ്ടാവും എന്നുള്ളത്. കാരണം അത് അവിടെ ചെന്ന് നമ്മൾ നേരിട്ട് അടുത്തുനിന്ന് കാണുമ്പോഴേ അതിൻ്റെ ഭംഗി ശരിക്കും നമുക്ക് മനസ്സിലാവുള്ളൂ. കാരണം അത്രയ്ക്ക് വലിയൊരു മരമാണത്. ആ മരത്തിലെ ഈ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ മണികളെല്ലാം ലൈറ്റ് തെളിഞ്ഞിരിക്കുകയാണ്. ആ മരത്തിൽക്കൂടെ ചുറ്റിപ്പോയി. ശരിക്കും എനിക്ക് ഈ മരം കണ്ടപ്പോൾ അവതാർ സിനിമയിലെ ആ ഒരു ലോകം ഉണ്ടല്ലോ, അതാണ് ശരിക്കും ഫീൽ ചെയ്തത്. ശരിക്കും നമുക്ക് അവിടെ ചെന്ന് നിൽക്കുമ്പോൾ ആ ഒരു ലോകത്ത് ചെന്നെത്തിപ്പെട്ട ഒരു ഫീല് ആ മരത്തിൽ കാണുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഫീല് ശരിക്കും തോന്നും. അങ്ങനെ ആ മരത്തിൻ്റെ അടുത്ത് ആളുകൾ വന്നു നിന്ന് സെൽഫിയും ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു തിരക്കാണ് നമ്മളീ കാണുന്നത്. അപ്പോൾ നമ്മൾ ചെന്നതിനേക്കാളും കൂടുതൽ തിരക്കായി, കാരണം ഈ കാഴ്ച കാണാനാണ് ഇവിടെ കൂടുതൽ ആൾക്കാരും വരുന്നത്. ഈ തവണത്തെ ഫോർട്ട് കൊച്ചിൻ കാർണിവലിലെ ഏറ്റവും വലിയ അട്രാക്ഷനിലൊന്നാണ് ഈ മരം. ഈ മരം നിൽക്കുന്നത് ഫോർട്ട് കൊച്ചി വെളി ഗ്രൗണ്ടിലാണ്. ആ ഗ്രൗണ്ടിലെ ആളുകൾ മുഴുവൻ വന്നിരിക്കുന്നതും തിക്കും തിരക്കും കൂട്ടി നിൽക്കുന്നതെല്ലാം ഈ മരം കാണുന്നതിന് വേണ്ടിയാണ്. ഈ മരത്തിനോടൊപ്പം തന്നെ ചേർന്ന് DJ പാർട്ടി നടക്കുന്നുണ്ട്. അവിടുത്തെ മലയാളത്തിൽ ഹിറ്റ് സോങ്സ് എല്ലാം പ്ലേ ചെയ്യുന്നുണ്ട്.
അവിടെ ആ സോങ്സിനൊപ്പം ചുവട് വയ്ക്കുന്ന ഡാൻസ് കളിക്കുന്ന പിള്ളേരെയാണ് നമ്മൾ ഈ കാണുന്നത്. ശരിക്കും വല്ലാത്തൊരു വൈബാണ്. അത് നമ്മൾ ഇവിടെ വരുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ. കൊച്ചി കാർണിവൽ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ആഘോഷമാണ്. എനിക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ കാർണിവൽ ആഘോഷങ്ങളിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു സ്ഥലമായിരിക്കും കൊച്ചിൻ കാർണിവൽ. ഇവിടെ ന്യൂ ഇയർ സെലിബ്രേഷൻ രാത്രി 12 മണിക്കാണ് പപ്പാഞ്ഞിനെ കത്തിക്കുന്നത്. അത് പരേഡ് ഗ്രൗണ്ടിലാണ്. ഇത് ഫോർട്ട് കൊച്ചി വെളി ഗ്രൗണ്ട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത്. അവിടെ നടക്കുന്ന DJ പാർട്ടിയിലെ ആഘോഷങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് തിരിച്ച് നമ്മുടെ മെയിൻ ഗ്രൗണ്ട്, അതായത് രാത്രി 12 മണിക്ക് പപ്പാഞ്ഞിനെ കത്തിക്കുന്ന ഗ്രൗണ്ടിലേക്കുള്ള പോകാൻ പോവാണ്. അപ്പോൾ വെളി ഗ്രൗണ്ടിൻ്റെ എൻട്രൻസിലായിട്ട് പുറത്തേക്ക് കിടക്കുന്നിടത്ത് എഴുതിയിരിക്കുന്നതാണ് ഐ ലവ് ഫോർട്ട് കൊച്ചി എന്നുള്ളത്. ഇതേ ബോർഡ് കണ്ടോ, വെൽക്കം ടു കൊച്ചിൻ കാർണിവൽ. അങ്ങനെ വെളി ഗ്രൗണ്ടിൻ്റെ അവിടെ നിന്ന് നമ്മൾ ഇവിടെ നിന്ന് നടന്ന് പരേഡ് ഗ്രൗണ്ടിലേക്ക് യാത്ര വീണ്ടും തുടരാണ്. യന്ത്രഊഞ്ഞാൽ, ആടുന്ന വഞ്ചി, അങ്ങനെ നമുക്ക് എൻ്റർടൈൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പല റൈഡുകളും ഇവിടെയുണ്ട്. നമ്മളങ്ങനെ ആ പോകുന്ന വഴി, ഞാൻ നേരത്തെ പറഞ്ഞില്ല, കൊച്ചിൻ കാർണിവലിൻ്റെ ബോർഡ് വെച്ച് പോകുന്ന വഴിയിലൂടെ കാണുന്ന ഡാൻസുകളാണ്. അതായത് ഓരോ വീടുകളുടെ സൈഡുകളിലും DJ പാർട്ടി പോലെ പാട്ട് വെച്ച് അവിടെ കുറേ ആളുകൾ ഡാൻസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ടൂറിസ്റ്റുകൾക്ക് അവരോട് കൂടി ഡാൻസ് കളിക്കാം. അതുപോലെ തന്നെ പുറത്തുനിന്ന് വിദേശികൾ ഡാൻസ് കളിക്കുന്നുണ്ട്. ഭയങ്കര വൈബാണ്. കാരണം എല്ലാവരും ഡാൻസ് കളിച്ച് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് പോകുന്നത്. പരസ്പരം ന്യൂ ഇയർ ഒക്കെ വിഷ് ചെയ്ത് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് പോകുന്നത്. നമ്മളിങ്ങനെ നടന്ന വഴിയിലൂടെ മുന്നോട്ട് പോകുന്ന സമയത്ത് ഇങ്ങനെ ബൈക്കൊക്കെ മറ്റേ സൗണ്ടൊക്കെ ഉണ്ടാക്കി ഭയങ്കര ആഘോഷമായിട്ട് പോകുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മളിങ്ങനെ നടന്ന് മുന്നോട്ട് പോകുന്ന സമയത്ത് കുറച്ചും കൂടി എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അടുത്ത ഒരു സ്ഥലത്ത് ഇതേപോലെ ലൈറ്റും പാട്ടൊക്കെ വെച്ച് DJ ഒക്കെ വെച്ച് ഭയങ്കരമായിട്ട് ഡാൻസ് ചെയ്ത് ആഘോഷിക്കുന്ന കുറേ ആൾക്കാരെ കാണാൻ പറ്റി. ഈ വഴിയിൽ നമ്മൾ പോകുമ്പോൾ ഇങ്ങനെ ഒരുപാട് പേരെ നമുക്ക് കാണാൻ സാധിക്കും. എല്ലാ വീടുകളിലും തന്നെ അവരുടേതായ രീതികളിലൊക്കെ പാട്ടും ഡാൻസും വെച്ചാണ് അവർ ആഘോഷിക്കുകയാണ്. നമ്മൾ കുറച്ച് പോയി കഴിഞ്ഞപ്പോൾ കണ്ട ഒരു കാഴ്ചയാണ് നമ്മുടെ കാർട്ടൂൺ ക്യാരക്ടേഴ്സ്. നമ്മുടെ ശക്തിമാൻ, അങ്ങനെ ഒരുപാട് പേര് ഉണ്ട്. നമ്മളെ കണ്ടു കഴിഞ്ഞപ്പോൾ അതിലുണ്ടായ ഒരാൾ വന്നിട്ട് നമ്മളെ ന്യൂ ഇയർ വിഷ് ചെയ്ത രീതി വളരെയധികം ഇഷ്ടപ്പെട്ടു. അതുപോലെ ശക്തിമാൻ വന്നു. ഇവർ ഭയങ്കര ഹാപ്പിയാണ്. ഇവരെ കാണുമ്പോൾ ഇവരുടെ കൂടെ വന്ന ആളുകൾ ഫോട്ടോ എടുക്കുന്നുണ്ട്. അവരുടെ ഫോട്ടോ ഒരുപാട് പേര് എടുക്കുന്നുണ്ട്. മറ്റേ നമ്മൾ ഇങ്ങനെ പോകുന്ന വഴിക്കൊട്ടും പ്രതീക്ഷിക്കുന്നില്ല ഇതുപോലുള്ള വേഷം അണിഞ്ഞ് ഇവർ വരുന്നു നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ അവരോടൊന്ന് ഡാൻസ് കളിക്കാം. കണ്ടില്ല, അസ്ഥിക്കുടത്തിൻ്റെ മുഖമുള്ള ഒരാൾ. എല്ലാവരെയും നമ്മൾ പെട്ടെന്ന് വേറൊരു സ്ഥലത്ത് എത്തിപ്പെട്ട ഫീലിലേക്ക് അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറച്ചുകൂടി പോയി കഴിഞ്ഞപ്പോൾ അടുത്ത സ്ഥലത്ത് കണ്ട ഒരു DJ പാർട്ടിയാണ് ഒരു വീടിൻ്റെ ഫ്രണ്ടിൽ. ഒരുപാട് പേര് ഡാൻസ് കളിക്കുന്നുണ്ട്. മലയാളത്തിൽ ഹിറ്റ് സോങ്സാണ് പ്ലേ ചെയ്തിരിക്കുന്നത്. പക്ഷേ ആ സോങ്സ് നിങ്ങളിലേക്ക് ഇപ്പോൾ എത്തിക്കാൻ പറ്റില്ല. കാരണം അറിയാലോ, കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ വരും. പക്ഷേ എല്ലാവരും ഡാൻസ് കളിക്കണം. ഈ ഡാൻസ് കളിക്കുന്നവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉള്ളവർ മാത്രമൊന്നുമല്ല, ഈ കാർണിവലിന് വന്നിരിക്കുന്ന ആളുകളെല്ലാം അവരുടെ കൂടി വളരെ ആഘോഷിച്ച് അവർ നമ്മളെയും കൂട്ടോ കൂടി നമ്മുടെ കൂടെ അവരും ഡാൻസ് കളിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മുന്നോട്ട് കുറച്ചുകൂടി പോയി കഴിഞ്ഞപ്പോൾ സെൽഫിയൊക്കെ എടുത്ത് ഭയങ്കര ആഘോഷമായിട്ട് ഈ വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ലൈറ്റൊക്കെ ഇട്ട് DJ പാർട്ടിയൊക്കെ ആയിട്ട് വളരെ ആഘോഷത്തിൽ പോകുന്ന ഒരു വഴിയാണ്. അങ്ങനെ കുറച്ച് നടന്ന് എത്തിക്കഴിഞ്ഞപ്പോൾ അടുത്ത സ്ഥലത്ത് കാണുന്ന പാട്ടൊക്കെ വെച്ച് അടിച്ചു പൊളിച്ച് ഡാൻസൊക്കെ കളിക്കുന്ന ആൾക്കാരെയാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. ഒരുപാട് ആളുകൾ, അതായത് ഈ കൊച്ചിൻ കാർണിവലിൻ്റെ ഏറ്റവും വലിയ ഭംഗി എന്ന് പറയുന്നത് ഇങ്ങനെ സെലിബ്രേഷൻ്റെ ഒരു പൂരം എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ ഓരോ ഡാൻസും DJയും കഴിയുമ്പോൾ അടുത്ത ഡാൻസും DJ. ഈ കൊച്ചി കാർണിവലിൽ ഞാൻ കണ്ട ഏറ്റവും വെറൈറ്റി ആയിട്ട് ഡാൻസ് കളിച്ചൊരു ഡാൻസറാണ് ആ പോകുന്നത്. അടുത്തുള്ള ആൾക്കാരൊക്കെ ആയിട്ട് സംസാരിച്ച് വളരെ ആഘോഷിച്ച് എൻജോയ് ചെയ്താണ് ഡാൻസ് കളിക്കുന്നത്. ആൾ ഭയങ്കര ഹാപ്പിയാണ്. പക്ഷേ ആരും അങ്ങനെ ആളെ ശ്രദ്ധിക്കുന്നൊന്നുമില്ല. അവൻ്റെ ഒരു ഹാപ്പി മൂഡിൽ അവൻ സ്വയം ഡാൻസൊക്കെ ചെയ്ത് സ്വയം സെലിബ്രേറ്റ് ചെയ്ത് വളരെ ഹാപ്പി ആയിട്ട് ഡാൻസ് കളിച്ച് അങ്ങനെ അങ്ങോട്ട് പോകുന്നു. അങ്ങനെ ചുറ്റുമുള്ള ആൾക്കാരുടെ ഇടയിൽ കിടന്നവൻ ഡാൻസ് കളിക്കുന്നു. പക്ഷെ ആരും ഒട്ടും ശ്രദ്ധിക്കുന്നൊന്നുമില്ല. അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മളിപ്പോൾ ദൂരെ നിന്ന് കാണുന്ന ഈ ഒരു മരം കണ്ടില്ലേ, ആ മരം വളരെയധികം ലൈറ്റുകളൊക്കെ ഇട്ട് അണിയിച്ചൊരുക്കുന്നുണ്ട്. അതിൻ്റെ അടുത്തുനിന്നുള്ളൊരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. നല്ല രസമുണ്ട് ഈ മരം കാണാനായിട്ട്. ആ മരത്തിൻ്റെ താഴെയും DJ പാർട്ടി നടക്കുന്നുണ്ട്. അവിടെയും നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ആളുകൾ ഡാൻസൊക്കെ കളിച്ച് അടിച്ച് പൊളിച്ച് ഹാപ്പി ആയിട്ട് ഉണ്ട്. അവിടെ വരുന്ന എല്ലാവരും തന്നെ ഓരോ DJ കഴിഞ്ഞ് അടുത്ത DJയിലേക്ക് പോയി ഡാൻസൊക്കെ കളിച്ചിട്ടാണ് പോകുന്നത്. ഈ കറക്കുന്നത് കണ്ടോ, ഇത് വളരെ ഡേഞ്ചർ ആയിട്ടുള്ളൊരു പരിപാടിയാണ്. അങ്ങനെ കറക്കി അവസാനം താഴേക്ക് വീഴുന്നു. അപകടങ്ങൾ വിളിച്ചു വരുത്താൻ വളരെ എളുപ്പമാണ്, സൂക്ഷിക്കുക. അവിടെ ഫോർട്ട് കൊച്ചിയിൽ അടുത്തുള്ളൊരു പള്ളിയാണിത്. ആ പള്ളിയുടെ അടുത്തെത്തിയപ്പോൾ പള്ളിയിലൊന്ന് ജസ്റ്റ് കയറിയിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഇത് പരേഡ് ഗ്രൗണ്ടിൻ്റെ അടുത്തേക്ക് ആളുകൾ കടന്നു പോകാതിരിക്കാൻ വേണ്ടി പോലീസ് തടഞ്ഞിരിക്കുന്നതാണ്. കാരണം ഒരു ലിമിറ്റഡ് ആൾക്കാരെ കൂടുതൽ പരേഡ് ഗ്രൗണ്ടിലേക്ക് കടത്തിവിടുന്നില്ല.
കാരണം ഗ്രൗണ്ടിൽ ആളുകളുടെ എണ്ണം കൂടി അപകടം ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് പോലീസ് ഈ കാര്യം ചെയ്തിരിക്കുന്നത്. അതൊരു കണക്കിന് വലിയൊരു ഉപകാരമായി. കാരണം ഒരു പരിധി കൂടുതൽ ആളുകൾ ഗ്രൗണ്ടിൽ എത്തിക്കഴിഞ്ഞാൽ അപകടം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ രാത്രിയായപ്പോൾ ഭക്ഷണത്തിൻ്റെയൊക്കെ ലഭ്യത വളരെ കുറവായി. അതുകൊണ്ട് ആളുകൾ കരിക്കൊക്കെയാണ് മേടിച്ച് കുടിക്കുന്നത്. ഈ കാണുന്നതാണ് പരേഡ് ഗ്രൗണ്ട്. ഇപ്പോൾ ഇവിടെ കണ്ടറിയാം, ഒരുപാട് ജനങ്ങൾ ഇവിടെ തിങ്ങി നിറഞ്ഞാണ് കൂടിയിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഗാനമേള നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനൊപ്പം ഡാൻസും വെച്ചും ആഘോഷിച്ചൊക്കെയാണ് ഇപ്പോൾ ആളുകൾ ഇവിടെ നിൽക്കുന്നത്. ആ ദൂരെ കാണുന്ന പപ്പാഞ്ഞിനെയാണ് നമ്മൾ രാത്രി 12 മണിക്ക് കത്തിക്കാൻ പോകുന്നത്. ഇവിടെ ഇപ്പോൾ തന്നെ ഒരുപാട് ആളുകളുണ്ട്. നമ്മളിപ്പോൾ ആദ്യം കണ്ട ആ വെളി ഗ്രൗണ്ടിൽ അവിടെ നിറച്ച ആൾക്കാരുണ്ട്. അതിന് പുറമെ നമ്മൾ നടന്നു വരുന്ന വഴിയിലെ ആളുകളുണ്ട്. അതിന് പുറമെയാണ് ഈ പരേഡ് ഗ്രൗണ്ടിലേക്ക് കയറ്റി വിടാതെ നേരത്തെ വീഡിയോ കാണിച്ച ആ പുറത്ത് നിൽക്കുന്ന ആളുകൾ. അവരെയും കൂടി അകത്തേക്ക് കടത്തി വിടുകയാണെങ്കിൽ ഉള്ള അവസ്ഥയൊന്നും നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. കാരണം അത്രയധികം തിരക്കും, ഇപ്പോൾ തന്നെ ഇവിടെ അത്രയും തിരക്കുണ്ട്. അങ്ങനെ ഒരുപാട് പോലീസ് നിയന്ത്രണങ്ങളിലൂടെയാണ് ഈ പപ്പാഞ്ഞീനെ കത്തിക്കുന്ന ഈ പരേഡ് ഗ്രൗണ്ടിലെ കാര്യങ്ങൾ സജ്ജീകരിച്ചിരിക്കുന്നത്. അങ്ങനെ ഇപ്പോൾ സമയം രാത്രി 11:30 ഗാനമേളയ്ക്ക് അതിൻ്റെ പീക്ക് ലെവലിലേക്ക് എത്തി. അപ്പോൾ ആൾക്കാർ പൊതുവെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. എല്ലാവരും പപ്പാഞ്ഞീനെ കത്തിക്കുന്ന ആ ഒരു ടൈമിന് വേണ്ടി കാത്തു നിൽക്കുകയാണ്. ഇപ്പോൾ സമയം രാത്രി 12 മണിയായി. ഇപ്പം തന്നെ പപ്പാഞ്ഞീനെ കത്തിക്കും. പപ്പാഞ്ഞീനെ കത്തിക്കുന്നതിന് വേണ്ടി തീ കൊടുത്തു. അങ്ങനെ പപ്പാഞ്ഞീനെ കത്തിച്ചും കൊണ്ട് പുതിയൊരു വർഷം തുടങ്ങി. ഹാപ്പി വേൾഡ് വ്ളോഗ്സിൻ്റെ എല്ലാ വ്യൂവേഴ്സിനും ഹാപ്പി ന്യൂ ഇയർ. നല്ലൊരു പുതുവർഷം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. കൊച്ചിൻ കാർണിവൽ നേരിട്ട് വന്ന് കണ്ടവരുണ്ടെങ്കിൽ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. നിങ്ങളുടെ എക്സ്പീരിയൻസും പറയുക, നിങ്ങളുടെ കാഴ്ചാനുഭവങ്ങളും കമൻ്റായിട്ട് തന്നെ പറയുക. അപ്പോൾ നമ്മുടെ കൊച്ചിൻ കാർണിവലിലെ കാഴ്ചകൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. പുതിയൊരു വ്ളോഗിൽ കാണും വരേക്കും സൈനിങ് ഓഫ്. ഹാപ്പി വേൾഡ് വ്ളോഗ്സ്. നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയും സബ്സ്ക്രൈബ് ബട്ടൺ അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയും ചെയ്യുക. താങ്ക് യു.